എല്ലാവർക്കും നമസ്കാരം. DC ബുക്സ് പ്രസിദ്ധീകരിച്ച D. യേശുദാസിൻ്റെ നടന്നു നീങ്ങുന്ന കടുവ എന്ന പുസ്തകത്തിൻ്റെ ചർച്ചയാണ് ഇവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ സമയപരിമിതി വളരെ പ്രധാന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കിടക്കാം. എല്ലാവർക്കും പ്രഭാതവന്ദനം. 2025 പിറന്നത് തന്നെ മലയാളത്തിൽ കവിതയെക്കുറിച്ചുള്ള ഗൗരവകരമായ ചർച്ചകളോടുകൂടിയാണ് എന്ന് ഒരു വിധത്തിൽ പറയാം. ആ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴും വളരെ ഗൗരവത്തോടുകൂടി തന്നെ മലയാള സാഹിത്യം വായിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന എല്ലാവരും കവിതയെ സംബന്ധിച്ച ചർച്ചകളിലാണ് ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ പ്രിയപ്പെട്ട D. യേശുദാസിൻ്റെ നടന്നു നീങ്ങുന്ന കടുവ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ തീർച്ചയായും അത് മലയാള സമകാലിക കവിതയെക്കുറിച്ചുള്ള ചർച്ചയായിട്ട് കൂടെ മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിലൊരു സദസ്സാണ് ഇവിടെ ഉള്ളത്. ഒപ്പം വളരെ വ്യത്യസ്തമായി കവിതയെയും സാഹിത്യത്തെയും ഒക്കെ പിന്തുടരുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോക്ടർ എം. എ. സിദ്ദീഖ് സാറാണ് ഉള്ളത്. ഒരു ചെറിയ ഇൻട്രൊഡക്ഷന് ശേഷം സാറിലേക്ക് തന്നെ നമുക്ക് വരാം. പുഴ മാത്രമല്ല കവിയും എന്നും എഴുതപ്പെടാത്തവയ്ക്കായുള്ള ഒടുങ്ങാത്ത നിലവിളികളാണ് എഴുതപ്പെട്ടവ എന്നും കുറിച്ചുകൊണ്ട് ബാക്കി എന്ന ആദ്യ സമാഹാരവുമായി കാവ്യരംഗത്തേക്ക് കടന്നു വന്ന D. യേശുദാസ് രണ്ടാമത്തെ സമാഹാരത്തിലേക്ക് എത്തുമ്പോൾ, ഞാൻ വായിച്ചറിയാൻ നിനക്ക് എന്ന കൃതിയിലേക്ക് എത്തുമ്പോൾ, കവിത മാത്രം ഒരൊളിത്താവളം, കവിത മാത്രം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, കവിത ഒന്നും പറയാതെ കുറേ തണുത്ത വെള്ളം മുഖത്ത് കുടയുന്നു, പുഴ പോലെ വന്ന് മറുകരയിലേക്ക് കൊണ്ടുപോകുന്നു എന്നെഴുതുന്നു. തുടർന്ന് എന്നും ആ എന്നും ഉരുവിടുമ്പോൾ ശ്രദ്ധിക്കണം, അറിയില്ല നമ്മൾ, പെട്ടെന്നവ ഉമ്മ എന്നൊന്നു ചേരും എന്ന് പ്രണയത്തിൻ്റെ പാർപ്പുകൾ ആകസ്മികം എന്ന കവിതയിൽ ജീവിതത്തെ അവതരിപ്പിക്കുന്നു. അപ്പനുമൊത്തുള്ള കാർ യാത്രകൾ എന്ന കൃതിയിലേക്ക് എത്തുമ്പോഴേക്കും എപ്പോഴും കവിതയിലായിരിക്കുക ഒരു മെനക്കെട്ട പരിപാടിയാണ്. ചിലപ്പോഴെല്ലാം കവിതയിൽ നിന്ന് പുറത്തു ചാടും. പള്ളിക്കൂടം കുട്ടികളെപ്പോലെ കവിതയുടെ ആത്മരതിയിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം വച്ചു കൊടുക്കും എന്ന് അരാജക വഴികൾ എന്ന കവിതയിലും കുറിക്കുന്നുണ്ട്. അതിനുശേഷമാണ് DC ബുക്സ് പുറത്തിറക്കിയ നടന്നു നീങ്ങുന്ന കടുവയിലെത്തുന്നത്. കുഴപ്പം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കുഴപ്പമുള്ള കവിതകളെ ഉണ്ടാകുന്നുള്ളൂ എന്ന് ഈ കൃതിയിൽ D. യേശുദാസ് ഏറ്റു പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കവിതയുടെ വഴികളിലേക്ക് വരുമ്പോൾ തീർച്ചയായും വളരെ ഗൗരവപൂർവം ഈ മാധ്യമത്തെ കാണുന്ന ചുരുക്കം ചില കവികളൊരാളായി നമ്മൾ D. യേശുദാസിനെ പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇന്നലെയാണ് കൈവശം കിട്ടിയത്. അത് കവിത കെട്ടൽ എന്നതാണ്. വാസ്തവത്തിൽ സമകാലികമായ ഒരുപാട് കാവ്യ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠന ഗ്രന്ഥമാണിത്. അതിൽ അദ്ദേഹം എല്ലാ കവിതയും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല, എല്ലാ കവിതയും എല്ലാവരുടേതുമല്ല എന്നൊരു വാദം കൂടി ഉന്നയിക്കുന്നുണ്ട്. കവിത സ്വാഭാവികമായി ഉണ്ടാകുന്നതാണോ അതോ നിർമ്മിച്ചെടുക്കുന്നതാണോ, അതൊരു ക്രിയേഷനാണോ ഒരു കൺസ്ട്രക്ഷനാണോ എന്നൊരു ചർച്ചയും അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ചർച്ചകളുടെയൊക്കെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ നിലപാടുകളുടെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകളെ എങ്ങനെ നമുക്ക് സമീപിക്കാം എന്ന് ഒരു പക്ഷേ ഇന്ന് ഡോക്ടർ എം. എ. സിദ്ദീഖ് സാർ അവതരിപ്പിക്കുമായിരിക്കും. തീർച്ചയായും ഈ നിലപാടുകളുടെ ലൂടെ കവിക്ക് വിളിച്ചു പറയാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരിപാടി സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കവിതകൾ കേട്ടുകൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഏതാനും ചില കവിതകൾ പ്രിയപ്പെട്ട D. യേശുദാസ് അവതരിപ്പിച്ച ശേഷം നമുക്ക് സിദ്ദീഖ് സാറിലേക്ക് പോകാമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട യേശുദാസിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു ചർച്ച തീർച്ചയായും ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദകരമായ കാര്യമാണ്. ഞാൻ 1-2 കവിത വായിക്കാം. ശീർഷക കവിത ആദ്യം വായിക്കാം. ഈ കടുവ എന്ന ജീവി വളരെ സവിശേഷതയുള്ളൊരു ജീവിയാണ്. അത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിയാണ്. ഇണചേരാൻ മാത്രം ഇണയുടെ അടുത്തേക്ക് പോകുന്ന ജീവിയാണ്. സ്വന്തം ഏതെങ്കിലും ഒരു മൃഗത്തിനെ ആക്രമിച്ച് ഭക്ഷണമാക്കി വെച്ചാൽ അത് കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് അത് വിട്ടുകൊടുക്കും. അത് പിന്നെ വന്ന് കഴിക്കില്ല. അതായത് അതിൻ്റെ വിശപ്പ് മാറിയാൽ അത് മാറിക്കിടക്കും. പക്ഷേ ഈ വിഭവം ഇതിൻ്റെ നോട്ടത്തിലായിരിക്കും എപ്പോഴും. മാത്രമല്ല, കടുവ ഭക്ഷണം കഴിക്കുന്നത്, ഒരു മൃഗത്തിനെ കൊന്നാൽ കഴിക്കുന്നത് പുറകുവശത്തു നിന്നാണ്. അത് അശോകൻ മറയൂരിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. അങ്ങനെയാണത് കടുവ പിടിച്ചതാണോ എന്നറിയാൻ പറ്റുക. മാത്രമല്ല, അത് ജീർണിച്ച് കഴിഞ്ഞാലും അതിൻ്റെ അവസാനം വരെ കഴിച്ചിട്ടേ കടുവ വേറൊരു ജന്തുവിനെ പിടിക്കൂ എന്നാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം സവിശേഷതയുള്ള ഒരു ജീവിയാണ് കടുവ. അത് ഒരു ആവാസ വ്യവസ്ഥയുടെ സംരക്ഷകൻ കൂടിയാണ്. കാരണം മറ്റെല്ലാത്തിനും ഉള്ളതിൻ്റെ വിഭവം അത് പങ്കുവയ്ക്കും.
അതിനെ ശല്യം ചെയ്യില്ല. അങ്ങനെയാണ് കടുവ എന്നുള്ളത്. അതുകൊണ്ട് ആ നടന്നു നീങ്ങുന്ന കടുവ, കവിതയുടെ പേര് ആ നടന്നു നീങ്ങുന്ന കടുവ എന്നാണ്. ഒരു സംസാര രീതിയാണ് ആ വാക്കിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നടന്നു നീങ്ങുന്ന ആ കടുവ എന്നുള്ളതാണ് വ്യാകരണം. ഓക്കെ, ഞാൻ ആ കവിത വായിക്കാം. കൂട്ടിൽ നിന്നെന്ന പോലെ ഉള്ളിൽ നിന്നിറങ്ങിപ്പോയ ഏകാന്തതയ്ക്ക് ആ കടുവയുമായി നല്ല സാമ്യമുണ്ട്. അതിൻ്റെ വ്യക്തത, ഉറപ്പ്, അലസത, ഒറ്റപ്പെടൽ, മൊത്തത്തിലുള്ള മെരുങ്ങായിക, ആ തിരിഞ്ഞു നിൽപ്പ്, കണ്ണിറുക്കുന്ന നിശബ്ദതയ്ക്കുള്ളിലെ അലർച്ച, അതിനോർമ്മ കൊത്തിവച്ച കാട്. നോക്കൂ, എത്ര മനോഹരമായാണ് കാട് അതിൻ്റെ ഏകാന്തതയെ പോറ്റുന്നത്. എനിക്ക് ഏകാന്തതയെ പോറ്റുന്ന കാടാകണം. ഇതാണ് ആ കവിത. മറ്റൊരു കവിത ഉടൽ സംക്രാന്തികൾ എന്ന കവിത. അപ്പോൾ നമ്മുടെ ഈ സ്ത്രീ ജീവിതത്തെക്കുറിച്ചൊക്കെ വലിയ ചർച്ച നടന്നൊരു കാലമാണ്. അപ്പോൾ ഞാനൊരു സ്ത്രീ അനുഭവം എനിക്ക് എങ്ങനെ സ്വന്തമാക്കാൻ പറ്റും എന്നൊരു ആലോചനയുടെ ഭാഗമായിട്ട് എഴുതിയൊരു കവിതയാണ്. അപ്പോൾ ഞാൻ തന്നെ പെണ്ണാവുകയും ഞാൻ തന്നെ ഗർഭം ധരിക്കുകയും ഞാൻ തന്നെ പ്രസവിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ആലോചിച്ച് എഴുതിയൊരു കവിതയാണിത്. ഉടൽ സംക്രാന്തികൾ. സ്ത്രീയെ, നീയും ഞാനും തമ്മിലെന്ത് എന്ന ചോദ്യത്തിൻ്റെ കീഴ്ക്കാന്തൂക്കിലൂടെ മുടന്തുമ്പോഴാണ് എന്തിനെന്നില്ലാതെ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചാലോ എന്ന ചിന്ത മുളച്ചത്. സ്ത്രീയെ, നീയും ഞാനും തമ്മിലെന്ത് എന്ന ചോദ്യത്തിൻ്റെ കീഴ്ക്കാന്തൂക്കിലൂടെ മുടന്തുമ്പോഴാണ് എന്തിനെന്നില്ലാതെ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചാലോ എന്ന ചിന്ത മുളച്ചത്. അതിനെ തലങ്ങും വിലങ്ങും താലോലിച്ചിരിക്കുമ്പോൾ ഒരു പെണ്ണാകണ്ടേ, അതിന് പുല്ലിംഗമൊരു യോനിയാകണ്ടേ, അതിൻ്റെ സംഭ്രാന്തികൾ എങ്ങനെയിരിക്കും, പിന്നെ ഗർഭം ചുമക്കണ്ടേ, രതിയുടെ അടിക്കാട്ടിൽ തളിർത്തും പൂത്തും തുളുമ്പണ്ടേ എന്നിങ്ങനെയുള്ള കയങ്ങളിലും ചുഴികളിലും പെട്ടത്. പരിണാമത്തിൻ്റെ ഒരു കണ്ണിയായി പ്രപഞ്ചത്തെ നേർക്കുനേർ നോക്കുമ്പോൾ, പരിണാമത്തിൻ്റെ ഒരു കണ്ണിയായി പ്രപഞ്ചത്തെ നേർക്കുനേർ നോക്കുമ്പോൾ, ചന്ദ്രൻ്റെ 10 വൃദ്ധിക്ഷയങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ ജാലങ്ങൾ മെയ്യേറ്റുവാങ്ങുമ്പോൾ, പുനർജനിച്ച് ചുരക്കും മുലയവളുടെ കിളുന്നുവായിൽ ചെലുത്തിക്കിടന്നു. പിന്നെ അവൾ വളരുന്നതും എൻ്റെ ആൺമയിലേക്ക് ഞാൻ തിരികെ എത്തുന്നതും, എന്നിട്ട് അവൾക്കൊപ്പം സന്ധ്യയിൽ കടൽക്കരയിൽ നടക്കുന്നതും വരെ ചിന്തിച്ചു. പെട്ടെന്ന് പൊക്കിളിൽ കിനിഞ്ഞ് ചോരമണം പൊന്തിയതായി തോന്നുകയും ചെയ്തു. ഇതാണ് ആ കവിത. നമ്മൾ ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ആലോചനകളിൽ എപ്പോഴും വച്ചിട്ടുള്ളൊരു കാര്യം മനുഷ്യനിർമ്മിതികളെല്ലാം പ്രകൃതി വിരുദ്ധമാണ് എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊന്നും പ്രകൃതി വിരുദ്ധമല്ല. കാരണം മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെങ്കിൽ മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. അതൊന്നും പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് അതിന് ഞാൻ വിചാരിക്കുന്നത് യന്ത്രജൈവികത, ഇപ്പോൾ ബൈക്കോ അല്ല കാറോ, ഇതിനോടൊക്കെ നമ്മൾ കോൺവെർസേഷൻ നടത്താറുണ്ട്. വല്ല കാർട്ടൂൺ സീരിയലുകളൊക്കെ നമ്മൾ കാണുന്നത് ഈ യന്ത്രങ്ങൾ തന്നെ സംസാരിക്കുന്ന തരത്തിലുണ്ട്. അപ്പോൾ യന്ത്ര എന്ന് പറയുന്നത് ഒരു പ്രകൃതി വിരുദ്ധമായ ഒരു ഘടകമാണോ, അതോ അതിനൊരു ജൈവിക സ്വഭാവമുണ്ടോ? അത് ഇക്കാലത്ത് പരിശോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപകരണം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണിനെ അവതരിപ്പിക്കുകയാണ് ഈ കവിതയിൽ. അപ്പോൾ യന്ത്രജൈവികതയുടെ ഒരു സാധ്യതയാണ്, അതിനൊരു തുടർച്ചയുണ്ട്. അത് കൈമാറ്റം ചെയ്യുന്നുണ്ട് പലരും. മനുഷ്യൻ്റെ തുടർച്ച എന്നതുപോലെ തന്നെ ഈ യന്ത്രവും ചിലത് അടുത്ത യന്ത്രത്തിലേക്ക്, അടുത്ത സ്മാർട്ട് ഫോണിലേക്ക് ചിലത് കൈമാറുന്നുണ്ട്. ജീവൻ കൈമാറുന്നത് പോലെ അതിൽ ഈ കൈമാറുന്നുണ്ട്. അത് എഴുതിയത് കേക വൃത്തത്തിൻ്റെ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. ഒന്ന് വായിക്കാം. സ്മാർട്ട് ഫോൺ. ഇത്രയും മൃദുവായിട്ടിരുന്നില്ലൊന്നും കയ്യിൽ, ഇത്രയും വിരൽ സുഖം തന്നിട്ടില്ലൊന്നും വേറെ, ഇത്രയും ഒതുക്കമില്ലൊന്നിനും പോക്കറ്റിലും ഒരു കൈപ്പത്തിയിടം വേണ്ടതിനിരിക്കുവാൻ, ഏകാന്ത സമൂഹത്തെ കളറാക്കുന്നില്ലൊന്നും, നുണയാൻ തോന്നിപ്പോകും വിഭവപ്രതീതി നീ. എന്തൊരു തിരക്കുള്ളിൽ, എത്രയല്ലെൻകൊയറികൾ, ഏതു ദൂരവും അയൽ,
എത്ര ജീവിയാണോർമ്മ. നീ കയ്യിലിരിക്കുകിൽ തോന്നുകിൽ ഒറ്റപ്പെടൽ. ആവിഷ്കാരത്തിനില്ല പരിധി എഴുതാനും. വായന സുഖം വേറെ, കാഴ്ച തൻ ത്വര വേറെ. കത്തിക്കാം സോഷ്യൽ ഇഷ്യൂ, പൊരുതാം, മാറിപ്പോകാം. യാത്ര തൻ മോക്ഷപ്രാപ്തിക്കലയാം വെറുക്കനെ. എത്ര തിക്കിലുമില്ലില്ല ക്ഷമ, നേരം കൊല്ലാൻ ഇതുപോലില്ല സ്വസ്ഥം. അലസസ്ഥലം വേറെ, സൗമ്യമായി കുലീനമായി ഗോപ്യമായി മറ്റെന്തുണ്ട്. തന്നെത്താൻ ഭോഗിക്കാനും തന്നിൽ താൻ ലയിക്കാനും. വൈറസ് ബാധിച്ചന്നു മെമ്മറി ആപ്പും ഗെയിമും ഹാങ്ങായ ജീവിതവും റീസെറ്റാലൊക്കെ തന്നു നഷ്ടമാം ചില ഡാറ്റ, എങ്കിലും മൃതസഞ്ജീവനി. സ്വാതന്ത്ര്യവാഞ്ച പോലെ സൂയിസൈഡ് ടെൻഡൻസി പോൽ വഴുതി ചിലന്തി തൻ വല പോലുടഞ്ഞാലും ഒന്നു തൊട്ടപ്പോൾ തന്നെ ഉണർന്നു നെറ്റ്വർക്കെല്ലാം. ഓർമ്മകൾ സൂക്ഷിച്ചു നീ പൊറുതി ബലം തന്നു. നെഞ്ചിൽ ചേർന്നിരിക്കുമ്പോൾ എന്തപാരമൻ റേഞ്ച്. ഇക്കിളിക്കിളിക്കൂവൽ തോന്നുന്നു സമ്പൂർണത. എങ്കിലും ഒരു സ്പർശം കാത്തപോൽ വഴക്കത്തിൻ മിന്നൽ വേഗവും മന്ദം ഇടറിയിടയ്ക്കിടെ നരച്ചു പുറം മൂടി പെട്ടെന്നുള്ളുറക്കവും. എഴുത്തു വരുന്നില്ല, തെളിച്ചം കുറയുന്നു. ഒക്കെയും ശ്രദ്ധിക്കവേ പെട്ടെന്നു മരിച്ചു നീ. ശവത്തിൽ കുത്തും മട്ട് ചെയ്വനയെല്ലാം ചെയ്തു ചത്തവനായി ഞാനും, വേറൊന്നു കിട്ടും വരെ. എങ്കിലും പേടി വേണ്ട, മെമ്മറി മാറ്റിവെക്കാം. വിവരം ഗൂഗിൾ തരും, ആപ്പുകൾ കൂടെ പോരും. പാസ്വേഡിൻ താക്കോൽ മതി, സെർവരോ ബ്രഹ്മം തന്നെ. മരിച്ചു പോയെങ്കിലും മരണം തൊടാതൊക്കെ ജീവൻ്റെ തുടർച്ചയായി കാത്തതേ നിൻ ജീവിതം. അങ്ങനെ ആണ് ആ കവിത. ഒരു കവിത കൂടെ അവതരിപ്പിച്ച് അവസാനിപ്പിക്കാം. ബൈക്കോടിച്ചൊരാൾ എന്നാണ്. 2 ഭാഗമുണ്ട് ആ കവിതയ്ക്ക്. ബൈക്കോടിച്ചൊരാൾ. ഞാൻ ബൈക്കോടിച്ചു പോകുന്നു. പേമാരിയിൽ ഇപ്പോൾ ഒരു വലിയ റോഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കവിത. വെള്ളമൊക്കെ കെട്ടി കിടക്കുന്ന ഒരു റോഡ്. ഞാൻ ബൈക്കോടിച്ചു പോകുന്നു. പേമാരിയിൽ തളം കെട്ടിയ വെള്ളം ചിതറി മാറുന്നു. വെള്ളം പൊട്ടിച്ചിരിക്കുന്നു. ഹൈവേയിൽ ഞാൻ രണ്ടറ്റവും കാണാത്ത ഒരു ചലനം. എന്നാൽ ഹൈവേ ഒരു നിശ്ചലത. അത് എന്നെ അതിൻ്റെ കയ്യിൽ സ്വതന്ത്രമായി പേറുന്നു. എളിയ തട്ടുകടയിൽ നിന്ന് ഒരു കട്ടൻ കുടിക്കുന്നു. ദേഹം മുഴുവൻ അതിൻ്റെ ധ്വനി. ഒരു പഴം കഴിക്കുന്നു. പഴം എന്നിലലിയുന്നു. ഞാൻ ഇറങ്ങുന്നു. കുന്നുകയറുന്നു. നോക്കുമ്പോൾ മുന്നിൽ ഇനി ലോകമില്ലെന്ന പോൽ. പുറകിൽ നിന്ന് എൻ്റെ ശബ്ദം കൂടെ വരുന്ന പോൽ. പിന്നെ മുന്നിൽ തുറന്നു വരുന്നു സങ്കല്പത്തിലില്ലാത്തൊരു ലോകം. ഞാൻ അതിലലിയുന്നു. 2. ഒരു സിനിമയിലൂടെ എന്ന പോലെ ബൈക്കു പായുന്നു. സ്റ്റാർട്ട്, ആക്ഷൻ, ക്യാമറ. നിറഞ്ഞ സദസ്സിൽ ഒരു കുന്നിലേക്ക് താഴ്വാരത്തിൽ നിന്ന് പറന്നു കയറിയ ഒരു കിടിലം ഷോട്ടിൽ ഞാൻ. ആകാശം തൊട്ടുനിന്ന ഒരു പ്രാചീന മരത്തിൻ്റെ ചോട്ടിലിരിക്കുന്നു. ഒരു പാട്ട് ഓർത്തെടുക്കുന്നു. അതിൽ ജീവിതം സുന്ദരം എന്നർത്ഥം വരുന്ന പലതരം മീനുകൾ നീന്തി തുടിക്കുന്നു. സ്നേഹമെന്ന വികാരം തിമിംഗലം പോലെ അലസമായി നീന്തുന്നു. എനിക്ക് വയ്യടി, ഇനി എത്ര കാലം ഞാൻ ഈ വണ്ടി ഓടിക്കും? നിനക്കറിയുമോ, നിന്നോടുള്ള സ്നേഹമാണ് എൻ്റെ റൈഡുകൾ എന്ന പാട്ട് ഞാൻ എഴുതി കഴിഞ്ഞു. ഇതിനിടയിൽ ആരോ കട്ട് 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 എന്ന് പറയുന്നുണ്ടായിരുന്നു. ഏതു സ്വപ്നത്തിൻ്റെ ബാക്കിയാണ് എന്നോർക്കെ അന്തമില്ലാത്ത ഒരു ഉഗ്രപാതയിൽ വെയിൽ പോകുന്ന ഒരു കാഴ്ചയിൽ ഞാൻ അങ്ങനെ അവശേഷിക്കുന്നു. നന്ദി. കവിയുടെ ഭാഷണം തുടർന്ന് ചില പ്രഭാഷണങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഈ പകർനാട്ടങ്ങളുടെ ഒരു വിസ്മയ രൂപമാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ എം എ സിദ്ദിഖ്. പ്രഭാഷകൻ എന്ന് പൊതുവെ അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ ഈ പകർനാട്ടം എന്ന് പറഞ്ഞത് പല തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ. കവി എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യം അറിയുന്നു. പിന്നീട് ചെറുകഥാകൃത്ത്,
ഇപ്പോൾ കുമാരി പോലുള്ള നോവലുകൾ എഴുതിയിട്ട് നോവലിസ്റ്റ്, ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതിനപ്പുറം നിരൂപകൻ. ഇതിനെല്ലാം ഇടയിലൂടെയാണ് CV കൃതികളിലെ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്ന അഭിനേതാവായുമൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെ വിസ്മയത്തിൻ്റെ ഒരു രൂപമാണ് അദ്ദേഹം. ഞാൻ തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി തന്നെ പിന്തുടരുന്ന ഒരു എഴുത്തുകാരൻ, നിരൂപകൻ, അതിനേക്കാളപ്പുറത്തേക്ക് വലിയൊരു സുഹൃത്ത് എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും ഡോക്ടർ എം എ സിദ്ദീഖിനെ ഞാൻ മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഈ പോസ്റ്റഡ് മോഡേണിറ്റി എന്നൊരു ടൈം പറഞ്ഞുകൊണ്ട് തന്നെ പുതിയ കവിതകളെ അല്ലെങ്കിൽ പുതിയ സാഹിത്യത്തെ, പ്രേക്ഷിത ആധുനികത എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന പേര്. ഒരുപാട് ടേമുകൾ ഇതുപോലെ കോയിൻ ചെയ്തെടുക്കുന്നതിൽ ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ ഒരു ബിരുദ് നമ്മൾ വളരെ കാണുന്നതാണ്. ഏറ്റവും കൂടുതൽ ലിറ്റററി തെറാപ്പിയുടെ കുറേ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹമായിട്ട് ഇപ്പം നമ്മൾ മാനസികമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമകാലിക കവിതയെക്കുറിച്ചും അതിൽ സവിശേഷമായി D. യേശുദാസ് എന്ന കവിയുടെ സ്ഥാനത്തെക്കുറിച്ചുമൊക്കെ നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ടാകും. വളരെ വ്യത്യസ്തമായി തന്നെ ആ വാക്കുകൾ നമുക്ക് ഈ പ്രഭാതത്തിൽ കേൾക്കാം. പ്രിയപ്പെട്ട ഡോക്ടർ എം എ സിദ്ദീഖിനെ ഞാൻ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ കവിയുടെ വാക്കുകളും കവിതകളും ഇതിന് ശേഷവും നമുക്ക് കേൾക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് മധ്യത്തിൽ, സാൻഡ്വിച്ചിൻ്റെ മധ്യത്തിലെ രുചികരമായ വിഭവം പോലെ ആയിരിക്കണം, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അതിമനോഹരമായ ബ്രെഡുകൾക്കിടയിലെ രുചി പോലെ ആവണം എന്നാഗ്രഹിക്കുന്ന ഒരു വർത്തമാനമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മലയാള കവിതയിലെ തെക്കൻ വഴിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ സമൃദ്ധമായ ഒരു ഭൂപ്രകൃതി നെടുമങ്ങാടിൻ്റേതാണ്. ആ നെടുമങ്ങാടൻ കവികളിൽ ഏറ്റവും പൊക്കമുള്ളയാൾ മുന്നിലിരിപ്പുണ്ട്, അത് രാജീവ് സാറാണ്. നെടുമങ്ങാടിനൊപ്പം തന്നെ നെടുമങ്ങാടിനൊരു പക്ഷിയായി സങ്കല്പിക്കാമെങ്കിൽ അതിൻ്റെ ഇടത്തെ ചിറകാണ് കാട്ടാക്കട എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചിറകും പക്ഷിയുടെ ശരീരവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് പോലെ ഒരേ സമയം തന്നെ D. യേശുദാസ് കാട്ടാക്കട കവിയും നെടുമങ്ങാടൻ കവിയും തെക്കൻ കവിയും കേരളത്തിൻ്റെ കവിയും മലയാളിയുടെ കവിയുമാണ്. ആ അർത്ഥത്തിലുള്ളൊരു കവിത തന്നെ ആമുഖത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള ഒരു മലയാള കവിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ പ്രയോഗം പ്രാദേശികമായി നമ്മളെ സുഖിപ്പിക്കുന്ന ഒരു ഡയലോഗാണെങ്കിലും മലയാള കവി എന്ന ഒരു പ്രയോഗത്തിന് ഇനി അങ്ങോട്ട് നിലനിൽപ്പുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് ഭാഷയുടെ മരണത്തെക്കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്, മറിച്ച് കവികൾ മലയാളി, തമിഴൻ, തെലുങ്കൻ, കന്നഡികൻ, അല്ലെങ്കിൽ സ്വീഡിഷ്, അതല്ലെങ്കിൽ ഹിന്ദി ഉണ്ടോ? കവികൾക്കങ്ങനെ സാർവലൗകികമായ ഒരു പ്രത്യയശാസ്ത്രമല്ലേ ഉള്ളത് എന്ന ആലോചന ആണ് ഉള്ളത്. ഈ അടുത്ത കാലത്തും സുമേഷിൻ്റെ തീസിസിൻ്റെ പ്രീസബ്മിഷൻ്റെ ഘട്ടത്തിൽ എനിക്കിത് കുറേ കൂടി വെളിപ്പെട്ട് കിട്ടുകയുണ്ടായി. ഒരു കവിയെ ഭാരതീയനെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനി എന്നോ പറയുമ്പോൾ കവിതയെ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നം അതിനുള്ളിലുണ്ടോ എന്ന് ഒരു തോന്നലുണ്ട്. ഇപ്പോൾ ഉദാഹരണമായി കാളിദാസൻ ഇന്ത്യൻ കവി മാത്രമാണോ, അതല്ലെങ്കിൽ ട്രാൻസ്ട്രോമർ സ്വീഡിഷ് കവി മാത്രമാണോ, നെരൂദ നമ്മളെ സംബന്ധിച്ചൊരു ചിലിയൻ പോയറ്റ് മാത്രമാണോ എന്ന ചോദ്യം അവരുടെ ദേശത്തെക്കുറിച്ച് ചേർത്ത് കവിതയിൽ അന്വേഷിക്കുമ്പോഴാണ് വെളിപ്പെട്ട് വരുന്നത് എന്ന ബോധ്യം D. യേശുദാസ് സാറിൻ്റെ കവിതകളെക്കുറിച്ചും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ആഴത്തിൽ പിന്തുടർന്നിട്ടുള്ളത് ഈ നടന്നു നീങ്ങുന്ന കടുവ വായിക്കുന്നതിന് മുൻപേ അപ്പനുമൊത്തുള്ള കാർ യാത്രകളിലോ ബാക്കിയിലോ ഒക്കെ ആണെങ്കിലും അദ്ദേഹം എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. അദ്ദേഹത്തിനും എനിക്കും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ജീവിതം ഉപേക്ഷിച്ച് മരണത്തിൻ്റെ ശരീരത്തിലേക്ക് സ്വയം കവിതയായി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ദീർഘകാലം ചികിത്സയിലിരുന്ന അദ്ദേഹം ഇടയ്ക്കിടെ യേശുദാസ് എന്ന കവിയെ വിളിക്കുമായിരുന്നെന്നും ആ കവിത ഒന്ന് ചൊല്ലിത്തരുമോ എന്ന് ചോദിക്കുമെന്നും അദ്ദേഹം കുറിച്ചത് വളരെ വൈകാരികമായി ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വായിച്ചിരുന്നു. അക്കാലത്താണ് ഈ ലിറ്റററി തെറാപ്പിയുടെ ഭാഗമായി പെയിൻ എന്ന വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാൽഖീനിൻ്റെ പെയിൻ എന്ന ഒരു പുസ്തകം തന്നെ അവൈലബിളാണ്. അദ്ദേഹം ഒരു അനസ്തേറ്റിസ്റ്റ് എന്നുള്ള നിലയിൽ ശസ്ത്രക്രിയാ ടേബിളുകളിൽ കത്രിക ശരീരത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ആ കത്രിക വേദന ശരീരത്തിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടി നാഡികളെ മയക്കുന്ന വിദ്യയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ അനസ്തേറ്റിസ്റ്റ് എന്ന് പറയുന്നത്.
പക്ഷേ ഈ അനസ്തേഷ്യയ്ക്കുള്ളിൽ വേദനയുടെ ശാസ്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെങ്ങനെയാണ് വേദനയുടെ തന്നെ സൗന്ദര്യശാസ്ത്രമായി തീരുന്നത് എന്ന് പറയുന്നൊരു പുസ്തകമാണ് പെയിൻ. അത് വായിച്ചു പോകുന്ന ഘട്ടത്തിൽ ഞാൻ 2 പേരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിലൊരാൾ ഡി യേശുദാസ് എന്ന കവിയും മറ്റൊരാൾ എൻ്റെ ജീവിത പങ്കാളിയായ രഹ്നയുമാണ്. സാറ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയുടെ ശസ്ത്രക്രിയാ ടേബിളിലേക്ക് പോകുമ്പോഴുള്ള വേദനയുടെ ഘട്ടത്തിൽ ചൊല്ലിക്കൊടുത്ത നാട്ടുപച്ചകൾ എന്ന കവിത എനിക്ക് ചൊല്ലിത്തരികയും അത് അദ്ദേഹം ആ കുറിപ്പായി എനിക്ക് അയച്ചു തരികയും ചെയ്തിരുന്നു. പച്ചപ്പെണ്ണെ, മലയാളിപ്പെണ്ണെ, നിൻ്റെ മൈലാഞ്ചിക്കാട്ടിൽ എൻ്റെ സൂര്യനിരിപ്പുണ്ട്. ഈ കാവ്യാലാപനത്തിൻ്റെ ഏത് ശ്രുതിയാണ് അദ്ദേഹത്തിൻ്റെ കഠിനമായ രോഗാവസ്ഥയുടെ പീഡയുടെ മധ്യത്തിൽ അവർക്ക് ഔഷധമായി തീർന്നത് എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള രഹസ്യവിദ്യ ഈ കവിതയുടെ ഉള്ളിൽ നിന്ന് അന്വേഷിക്കുകയായിരുന്നു എൻ്റെ ശ്രമം. സത്യത്തിൽ അങ്ങനെ നമുക്കെല്ലാവർക്കും അന്വേഷിക്കാൻ പറ്റുന്ന അനേകം തല്ലലുകൾ, തലോടലുകളല്ല, തലോടൽ കവിതയാവില്ല. തലോടൽ ഒരുതരം ഗിമ്മിക്കാണ്. കുറച്ച് വാക്കുകൾ എനിക്കറിയാം എന്ന് വെച്ചിട്ട് ഞാൻ കവിയായി മാറില്ല. അങ്ങനെയാണെങ്കിൽ 50,000 കവിത പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുണ്ട്. എണ്ണിയെടുത്താൽ ഒരു 150 കവിതയെ ആറ്റൂർ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പി കുഞ്ഞിരാമൻ നായരുടെ കവിതയെ മുഴുവൻ ആറ്റൂർ ഒരു കവിതയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിയോജിപ്പുണ്ടാകാം. സംക്രമണം എന്നൊരു കവിതയിൽ കളിയച്ഛൻ മുതൽ അങ്ങേയറ്റം സൗന്ദര്യ പൂജ വരെയും പി കുഞ്ഞിരാമൻ നായർ എഴുതി വച്ചിട്ടുള്ള ആത്മകഥാപരമായ അന്വേഷണങ്ങളെയും മുഴുവൻ ആറ്റൂർ അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു അനുഭവം തീർച്ചയായിട്ടും കുഞ്ഞിരാമൻ നായരെ നിഷേധിച്ചുകൊണ്ടല്ല ഞാനീ പറയുന്നത്. ഈ അർത്ഥത്തിൽ ഈ തല്ലലിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രം പറയുന്ന കവിത ഒരു കൊറ്റിയുടെ ചുണ്ടിൽ വെച്ചു കൊടുക്കുന്ന അതിമനോഹരമായ കവിത ഈ നടന്നു നീങ്ങുന്ന കടുവയിലുണ്ട്. നഗരത്തിൻ്റെ മാലിന്യപ്പാടത്ത് കൊക്കുകൾ മീൻ പിടിക്കുന്നു, ചിറകിൽ തൂങ്ങി ഇറങ്ങി കാലോരോന്നും മെല്ലെ അടർത്തി വച്ച് ഓർമ്മകൾ അതുപോലെ തന്നെ കൊക്കിൽ പിടയുന്ന മീനിനെ തലങ്ങും വിലങ്ങും തല്ലി. ഈ വരി വായിക്കുമ്പോൾ ഞാൻ വാക്കിനെ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് തലങ്ങും വിലങ്ങും തല്ലുന്ന ഡി യേശുദാസിനെ സങ്കല്പിക്കുകയാണ്. എടുത്തിട്ട് കൊക്കിനെ തല്ലുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അത് പഞ്ചേന്ദ്രിയങ്ങളെ കൊക്കിലാവാഹിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയാണ്. ഭാഗ്യവശാൽ ഈ കൊക്കിനെയൊന്നും ആരും സമാധി ഇരുത്താറില്ല. സമാധിയുടെ ഒരു പ്രതീകവുമാണ് ഈ വെള്ളക്കൊക്ക് എന്നുള്ളത്. ഭയങ്കര മിസ്റ്റിക്കാണ് ഈ കൊക്ക് മീനുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു ജീവിയല്ല, മീനിനെ പോലെ തന്നെ ജലവുമായി കൂടി ബന്ധപ്പെടുന്ന ഒരു അപൂർവ മാജിക് ഫിഗറാണെന്നുള്ളത് ഒരുപക്ഷെ ഈ തലങ്ങും വിലങ്ങും തല്ലുക എന്ന് പറയുന്ന പ്രക്രിയയുടെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹം ഒരു ഇൻ്റർടെക്സ്ച്വൽ എന്നുള്ള നിലയിൽ കവിതയിലേക്ക് മറ്റ് കവികളെയും കാലങ്ങളെയും സംക്രമിപ്പിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. അത് കുമാരനാശാൻ എന്ന കവിതയ്ക്ക് ഒരു ബയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിലെ ഒരു കവിതയുണ്ട്. അത് ആശാനാണെന്നുള്ളത് എനിക്ക് ആദ്യ വായനയിൽ മനസ്സിലായിരുന്നില്ല. ചിത്രശലഭങ്ങളുടെ മനുഷ്യജീവിതം ആശാന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രതീകാത്മകമായ ഒരു ജീവി ചിത്രശലഭം തന്നെയാണെന്ന് തെളിയിക്കുക എന്നുള്ളതല്ല ഈ കവിതയുടെ പ്രത്യേകത. മറിച്ച് ഒരു കവിതയുടെ ശാലീന സുന്ദരമായിട്ടുള്ള ചെറിയ ഉടലിൽ, അത് മോഹൻലാലിൻ്റെ മണിച്ചിത്രത്താഴിലെ ഡയലോഗ് പോലെ അല്ല ഞാൻ പറയുന്നത്, എന്തൊരു സ്ട്രക്ചർ എൻ്റെ അമ്മച്ചി എന്ന് പറയുന്ന സാധനമല്ല, ആ സ്ട്രക്ചറിനെ കുറിച്ചിട്ടല്ല. വേണമെങ്കിൽ ഒരു പോസ്റ്റ് സ്ട്രക്ചറലായിട്ടുള്ള ഘടനയെക്കുറിച്ച് പറയാമെങ്കിൽ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ എന്ന് ആശാൻ്റെ ആദ്യത്തെ 2 വരി കൊടുത്തതിന് ശേഷം നളിനിയിലൂടെ പുഷ്പവാടിയിലൂടെ ഒരു നിമിഷ നേരത്തിൽ ദിവാകരൻ്റെ മനസ്സ് റോഡിൽ പാറിക്കളിക്കുന്ന പൂമ്പാറ്റകൾ വണ്ടിമുട്ടി കൊല്ലപ്പെടുന്നതിൽ ചെന്നിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ, അത് കരുണയിലൂടെ, നിഷ്കളങ്കത എന്ന ഭാഷ എത്ര ലളിതമാണെന്ന ചിന്തയിലൂടെ, ആ ഭാഷയുടെ രഹസ്യം തന്നിലേക്ക് വരുന്നതിൻ്റെ കാഠിന്യത്തിലൂടെ, ഒരുപക്ഷെ കുമാരനാശാനെക്കുറിച്ച് പഠിക്കാൻ പറ്റുന്ന പുതിയ കാലത്തിൻ്റെ കുറേ ടെർമിനോളജികൾ മാത്രമല്ല, കുറച്ച് ലെൻസുകൾ കൂടി ഈ കവിതയിൽ അതിസൂക്ഷ്മമായി ഡി യേശുദാസ് എന്ന കവി പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മലയാള കവിതയിൽ ഒരു പുതിയ സമകാലികത ഈ ഒരു കൃതിക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്.
മറ്റൊന്ന്, ഇതിലെ ധാരാളം കവിതകളിൽ ആവർത്തിക്കുന്ന പൊതുപ്രമേയം പ്രകൃതിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് എനിക്ക് അങ്ങനെ യോജിപ്പില്ല. കാരണം മനുഷ്യർ തന്നെയാണ് ഈ പ്രകൃതിയെ നശിപ്പിച്ച് പണ്ടാരം അടക്കിയത് എന്നുള്ളത് ക്ലൈമാറ്റ് ശാസ്ത്രജ്ഞരും ക്ലൈമാറ്റിക് നിരൂപകരും വാദിച്ചുകൊണ്ടിരിക്കുന്നൊരു, ഞാൻ വിമർശനമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ്, അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഈ ആന്ത്രോപ്പോസെൻട്രിക് ആയിട്ടുള്ള ലോകം എത്രമേൽ വിനാശകരമാണ് എന്ന് പറയുന്ന ഒരു അബോധമായ വിമർശനം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകളിൽ തന്നെ വരുന്നുണ്ട്. ആ നടന്നു നീങ്ങുന്ന കവിത എന്നൊരു പക്ഷേ അഖിലനൊക്കെ കൃത്യമായിട്ട് ആ കവിതയെ കുറേ കൂടി സൂക്ഷ്മമായി കാണാൻ പറ്റും. ഈ കടുവ എവിടെയാണ് ഇരിക്കുന്നത്? ഈ പുള്ളി തന്നെയാണ് കടുവ, മറ്റാരുമല്ല. കാരണം ഒരു കടുവയ്ക്ക് മാത്രമേ മറ്റൊരു കടുവയെ തിരിച്ചറിയാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു കടുവശാസ്ത്രം കൂടിയുണ്ട്. വിജയ ജെയിംസിൻ്റെ ചോരശാസ്ത്രം എന്ന് പറയുന്ന നോവലുണ്ടല്ലോ, ഒരു ചോരന് മാത്രമേ വേറൊരു ചോരനെ കണ്ടുപിടിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ കവിതയിൽ ആകമാനം ജലം കൊണ്ട് കളിച്ച കവിയാണ് കുമാരനാശാൻ. അവസാനം ജലം തന്നെ കുമാരനാശാനെ പിടിച്ചുകൊണ്ടുപോയി. അതുകൊണ്ട് സാറ് ദയവ് ചെയ്ത് ഈ കടുവകളുടെ കൂടിനടുത്തൊന്നും പോയി നിൽക്കരുത്. ആ കടുവയുടെ ഏകാന്തത, ഭീകരമായ ഏകാന്തത, പ്രാപഞ്ചികമായ ഏകാന്തതയാണ് കടുവയുടെ മുഖത്ത് വിജയത്. ഈ കടുവയുമായിട്ട് ഈ പിറപ്പ് കൊണ്ട് സാമ്യമുള്ളൊരു ജീവിയാണ് പുലി. ഈ പുലിത്തോല് വിരിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരു ഇരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കൽ പൽപ്പു ഇങ്ങനെ വന്ന സമയത്ത് തമാശ പോലെയാണ്, പൽപ്പു ഇങ്ങനെ മാറി നിന്ന പേടിക്കേണ്ട കാര്യമില്ല, അവൻ പോയി. പുലിയൊക്കെ മരിച്ചിട്ട് എത്രയോ കാലമായി, തോല് മാത്രമേ ഉള്ളൂ എന്ന് ഗുരു പറഞ്ഞിട്ട് അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ ജാതി അങ്ങനല്ല, അത് തോലായാലും പോവത്തില്ല, അതിനകത്ത് തന്നെ ഇരിക്കുമെന്ന് പറയുന്ന മാതിരി കടുവ കവിതയിലിരുന്നാലും കടുവ കടുവ തന്നെയാണ്. ആ കടുവയെ സൃഷ്ടിക്കുന്ന കവിയും കടുവയാണ്. അപ്പോൾ ഈ കവിയുടെ പല്ല് എപ്പോഴാണ് പുറത്തു വരുന്നത്? ഈ കവിതയെ തന്നെ മാംസാഹാരമായി മഹാമേരുക്കളുടെ മുകളിൽ വെച്ചിട്ട് ഇത് അഴുകുന്നിടത്തോളം വരെ കാത്തിരുന്ന് അതിൻ്റെ അന്തിമാംശവും ഭുജിക്കുന്നത് വരെ ക്ഷമയോടുകൂടി ഇരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു താപസ ഗർഭമൊക്കെ ടി യേശുദാസിൻ്റെ കവിതയിൽ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പാരിസ്ഥിതികതയായി തീരുന്നതിനെ കുറിച്ചിട്ടുള്ള കുറേ കവിതകൾ കൂടി ഇതിലുണ്ട്. ഇപ്പോൾ ഇതിലെ അത്ര നല്ല ഭൂമിയില്ലെന്ന ഒരുപാട് കിളികൾക്ക് പറക്കാമല്ലോ, ഒരുപാട് ചെടികൾക്ക് പൂത്തിടാമല്ലോ, ഒരുപാട് മൃഗങ്ങൾക്ക് കഴിയാമല്ലോ, ഒരുപാട് മനുഷ്യർക്കും പാർത്തിടാമല്ലോ. ഇത് തന്നെയാണ് ഈ ആന്ത്രോപ്പോസെൻട്രിക് ഫീച്ചറിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിമർശനം. പുറമേ ഈ കടുവ ഇങ്ങനെ പറയുമെങ്കിലും ഉള്ളാലെ ഈ കടുവ ഈ മനുഷ്യാധിപത്യ സംസ്കാരത്തെ വിമർശിക്കുന്ന ഒരു പോസ്റ്റഡ് മോഡേൺ ആയിട്ടുള്ള വിഷനുള്ള കവിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഭൂമിയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു കവിതയിലും ഈ കുറിപ്പിനെ അതേ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയുടെ ഭാഷ, മരങ്ങളിൽ നിറയെയും അക്ഷരങ്ങൾ, വേരിലുണ്ടക്ഷരം, ചില്ലയിലക്ഷരം, തായ്തടിയിലക്ഷരം, പക്ഷികൾ വേണ്ടത്ര വായിച്ചു പോകുന്നു. ആ അക്ഷരം വായിക്കാൻ മനുഷ്യന് കെൽപ്പ് കുറവാണ്, അത് പക്ഷിക്ക് വായിക്കാൻ പറ്റും. ഇന്നർ ലൈഫ് ഓഫ് അനിമൽസിൽ വൊഹ്ലബൻ അത് കൃത്യമായി തന്നെ ഡീകോഡ് ചെയ്ത് പറയും, എങ്ങനെയാണ് ജീവജാലങ്ങൾ പ്രകൃതിയുടെ ഭാഷയെ വായിക്കുന്നത്. ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസിലും വൊഹ്ലബൻ അത് പറയും, എങ്ങനെയാണ് മരങ്ങൾ പ്രകൃതിയുടെ ഈ ഭാഷയെ വായിക്കുന്നത്. കടുവകൾ, സിംഹങ്ങൾ, ആനകൾ, മാൻ, മുയൽ, അണ്ണാറക്കണ്ണനും കാടെഴുതും അക്ഷര ജീവിതങ്ങൾ എന്നൊക്കെ പറയുന്ന ആന്തരികമായിട്ടുള്ള ഈ സംക്ഷേപണം തീർച്ചയായിട്ടും ഈ കവിയുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായ പാരിസ്ഥിതിക വിചാരത്തെ കവിതയിൽ കൊണ്ടുവരുന്നു എന്ന് കാണാൻ പറ്റും. ഇത് പ്രത്യക്ഷ പാരിസ്ഥിതികതയായി വികസിക്കുന്ന കവിതകളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ സൂക്ഷ്മ പാരിസ്ഥിതികതയാണ്, ഡീപ്പ് ഇക്കോളജി ആണ് അതിലെ ഘടനയെങ്കിൽ പ്രത്യക്ഷമായി തന്നെ കവിതയെ സമഗ്രമായി പാരിസ്ഥിതികമായി പരിശോധിക്കുന്ന കവിതകൾ ഈ കൂട്ടത്തിലുണ്ട് എന്ന് വായിച്ചറിയാൻ പറ്റുന്ന ഒരു കവിതയാണ് മരങ്ങളുടെ കുന്ന്. ഈ പ്രതീകം തന്നെ പ്രത്യക്ഷമാണ്. മരങ്ങളുടെ ഒരു കുന്ന് സങ്കല്പിക്കാം. മരങ്ങളുടെ കുന്ന് സത്യത്തിൽ കാണണമെങ്കിൽ നമുക്ക് മുകളിൽ പോയി നിൽക്കണോ, അതല്ല നേരെ നിൽക്കണോ, താഴെ നിൽക്കണോ എന്നുള്ളതാണൊരു വിഷയം. ഞാൻ ഈ പറയുമ്പോൾ ചിലപ്പോൾ ലളിതമാണെന്ന് തോന്നും. നമ്മൾ ഈ ഏരിയൽ വ്യൂവിൽ മുകളിലൊരു ഗൂഗിൾ മാപ്പൊക്കെ എടുത്തിട്ട് മരങ്ങളുടെ കുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. മരങ്ങളുടെ കുന്ന് കാണണമെങ്കിൽ സൗന്ദര്യലഹരി പറയുന്നത് പോലെ കുറേ ലോങ് ഷോട്ടിൽ കുന്നിൻ്റെ ദൂരെ പോയി നിൽക്കണം, ഭൂമിയിൽ തന്നെ നിൽക്കണം. ഭൂമിയിൽ നിന്നിട്ടാണ് മരങ്ങളുടെ കുന്ന് കാണാൻ പറ്റുക. ഭൂമിയുടെ സൂക്ഷ്മത കാണണമെങ്കിൽ കുന്നിൻ്റെ മണ്ടയ്ക്ക് കയറണമെന്ന് സൗന്ദര്യലഹരിയിൽ ഉണ്ട്. സൗന്ദര്യലഹരിയെ ഞാൻ ഒരു വിചാരധാരാപരമായി സാക്ഷാത്കരിച്ചുകൊണ്ട് പറയുകയല്ല, മറിച്ച് അതിനകത്തൊരു ചൂണ്ടലിനെ കുറിച്ച് പറയണം. ആ അർത്ഥത്തിൽ മരങ്ങളുടെ കുന്ന് കാണണമെങ്കിൽ
ഒരു ചിത്രകാരനെ പോലെ ഓട്ട് എ നൈറ്റിംഗെയിലിൽ ഒക്കെ കീറ്റ്സ് ഇരുന്ന മാതിരി മരങ്ങളുടെ കുന്നിൻ്റെ ഇപ്പുറത്ത് വിദൂരതയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പനോരാമിക് വിഷനാണോ എന്ന് പ്രത്യക്ഷ രീതിയിൽ പറയാൻ പറ്റുന്ന മരങ്ങളുടെ കുന്ന്. കരിക്കുഴി കാണാൻ പോയിരുന്ന ഞങ്ങൾക്കറിയാം കുന്ന് നെല്ലിമരങ്ങളെ ഓർക്കുന്നത്, നെറുകയിലെ ഉറവയിൽ നെല്ലിക്ക മധുരിക്കുന്നത്, മാവും പ്ലാവും ഞങ്ങളെ കാത്തു നിന്നിരുന്നത്. വൻമരങ്ങൾ ക്രമേണ ഇല്ലാതായി, റബ്ബർ വന്ന് നിറഞ്ഞു. ആ പാരിസ്ഥിതിക ദുഃഖം വരുന്നുണ്ട്. പണ്ട് ഞങ്ങൾ കുന്നായി കണ്ടിരുന്നത് ഇപ്പോൾ കുഴിയായി മാറി. അവിടെ ഒരു പെണ്ണിൻ്റെ ശരീരം പൊന്തി. ആ പൊന്തലിനെ കുറിച്ചൊക്കെയുള്ള വേവലാതി സത്യത്തിലൊരു കേവല കവിതയായി മാറുമായിരുന്ന ഇതിനെ പ്രത്യക്ഷ പാരിസ്ഥിതികതയിലേക്ക് വികസിപ്പിക്കുന്ന ഈ ഹോളിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ ഈ കവിയുടെ ഒരു ബലമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. വേറൊന്ന്, നീ എന്ന് പറയുന്ന പ്രയോഗത്തോടുള്ള ഈ കവിയുടെ ഒരു സാങ്കല്പികാതീതമായ, റിയലിസ്റ്റിക് എന്ന വാക്ക് ഞാൻ പറയില്ല, സങ്കല്പങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു 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 അഭിനിവേശത്തെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം വരികളുണ്ട്. അതിലെനിക്ക് ഏറ്റവും ശക്തമായി ഫീൽ ചെയ്ത ചില വരികൾ അതിങ്ങനെയാണ്. വീടിൻ്റെ നാനാർത്ഥങ്ങളിലാണ്. നിൻ്റെ പുസ്തകങ്ങൾ, കുറിമാനം പേറിയ കലണ്ടർ, ഭൂപടങ്ങൾ, ക്ലോക്കിൻ മിടിപ്പുകൾ, രഹസ്യം ചുറ്റിയ കാറ്റ്, പുറത്തെ കിളിപ്പേച്ചുകൾ വന്നു പാർത്തവർ, അമ്മയെന്നും അച്ഛനെന്നും കൊഴിഞ്ഞുപോയവർ, ഉടപ്പിറപ്പുകളായി നീറി നിന്നവർ. വീടിൻ്റെ നാനാർത്ഥങ്ങളെന്നാണ് ആ കവിതയുടെ പേര്. പക്ഷെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീ പണിത വീടാണു ഞാൻ, നീ വരികയോ താമസിക്കുന്നതോ ഇല്ല, ഈ വീട്ടിലേക്കാരും വരാനില്ല വേറെ, നിൻ കയ്യിലാണതിൻ താക്കോൽ. ഈ വരികൾ വായിച്ചപ്പോൾ എനിക്ക് ഈ കവിയെ സത്യത്തിൽ ഈ കുംഭകർണനായിട്ടാണ് തോന്നിയത്. കാരണം കുംഭകർണൻ സ്വയം നിർമ്മിച്ചൊരു വീടാണ്. കുംഭകർണന് വേറെ വീടൊന്നും വേണ്ട, എവിടെ ഉറങ്ങുമോ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. പുള്ളി സ്വയം ഒരു വീടായി മാറും. ഉറങ്ങാനാണല്ലോ നമുക്ക് വീട് വേണ്ടത്, ബാക്കിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് വീട്. അതുകൊണ്ടാണ് വീടിനെ വിട്ടു പോകേണ്ടത് എന്നാണ് അതിൻ്റെ ധാതു, അതിൻ്റെ നിരുക്തി. വിട്ടു പോകുന്നൊരു പ്രക്രിയയാണ് അനന്തമായ ഉറക്കം, അതാണ് മരണം. വിട്ടു. അപ്പോൾ ഈ വീടും മരണവും ഉറക്കവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ നീ എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് സംയോജിപ്പിക്കുന്നതിനുള്ളൊരു കെമിസ്ട്രി ഉള്ള ഈ കവി സത്യത്തിൽ ആ സൂക്ഷ്മതയെ പ്രദർശിപ്പിക്കുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ള പാട്ടിലേക്കും കറുത്ത പാട്ടിലേക്കും ബ്ലാക്ക് പൊസിഷനിലേക്കും കറുത്ത കവിതയിലേക്കൊക്കെ പ്രവേശിക്കുന്ന കവിതകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോരോ വാക്കും ഇങ്ങനെ വിഘടിച്ച് നിൽക്കുകയും എന്ന് പറഞ്ഞാൽ പാല് പിരിയുന്നത് പോലെ പിരിഞ്ഞ ഒരു കവിതയാണ് ഇതിലെ കറുത്ത പാട്ടെന്ന് പറയുന്നത്. പാല് പിരിഞ്ഞതുപോലെയാണ് അത് കിടക്കുന്നത്. കള്ള് ത, മീന് ത, കപ്പത, ചാറുത. ഇത് വേണേൽ ഒരു മുദ്രാവാക്യമാക്കി മാറ്റാം. കള്ള് ത, മീന് ത, കപ്പത, ചാറുത. അത് കൊടുത്തേ പറ്റൂ. അപ്പോൾ ഇതാണല്ലോ പയ്യന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ള് ത, മീന് ത, ചാറുത, കപ്പത. അത് വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്ന സാധനത്തിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതിപ്പോൾ കള്ള് കൊടുക്കണം, മീൻ കൊടുക്കണം, കപ്പ കൊടുക്കണം, ചോറ് കൊടുക്കും. കൂട്ടുക ചൂടുക, നേരിൻ്റെ താക്കോലെടുത്തുക, മണ്ണിൻ്റെ ഉയരേൽക്കുന്ന പാട്ടുക. പാല് പിരിഞ്ഞതുപോലെ കിടക്കുന്ന ഈ സാധനത്തിൽ നിന്ന് വേണമെങ്കിൽ താളപ്രകൃതിയെ ഒരു കറുത്ത പ്രകൃതിയിലേക്ക് കൊണ്ടുവന്നതിനെ തൈരാക്കി മാറ്റാം ഈ കവിതയെ. അതിനുള്ളിൽ അങ്ങനെ ഒരു സംയോജനം സാധ്യമാണ്. അപ്പോൾ വാക്കുകളെ വേറിട്ട് നിർത്തുകയും അതിൻ്റെ സ്ക്രൂ ഊരി ഇടുകയും വായനയിൽ ഈ സ്ക്രൂവിനെ വീണ്ടും മുറുക്കുകയും വീണ്ടും ഇതിനെ മുറുക്കുകയും മുറുക്കി ഈ പിരിഞ്ഞുപോയ പാലിൽ നിന്ന് തന്നെ കടഞ്ഞ് വെണ്ണ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ബ്ലാക്ക് പോയട്രിയുടെ സംഗതി ഇതിനകത്തുണ്ട്. ഒരുപക്ഷെ അത് നാടൻ ശൈലിയിൽ നിന്നും നാടോടി കവിതയുടെ ശൈലിയിൽ നിന്നും അദ്ദേഹം സംഭരിച്ചതായിരിക്കും. ഞാൻ ആ കവിതയെ മുഴുവനായി പറയുന്നില്ല. നിങ്ങൾ ഈ പുസ്തകം വാങ്ങുകയും അത് വായിക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സമയത്തിൻ്റെ ഒരു അഭാവം വളരെ വലിയ പ്രശ്നമാണ്. താളത്തിൻ്റെ ശക്തി, പ്രൊഫൈൽ കവിതകൾ, അതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രകാശനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലെ നീണ്ട കവിതകൾ, പ്രൊഫൈൽ കവിതകൾ എന്ന് പറയുന്നത് ഒരു സമാഹാരത്തിൽ തന്നെ, നടന്നു നീങ്ങുന്ന കടുവ എന്ന സമാഹാരത്തിൽ തന്നെ അനേകം കാവ്യപ്രകൃതികളെ കൊണ്ടുവരുന്നതിനുള്ള ഈ കവിയുടെ അന്വേഷണത്തിൻ്റെ സാധ്യതയെ കാണിക്കുന്നൊരു കാര്യമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അപൂർവം ചില കവികളുടെ പിറകെ സഞ്ചരിച്ചിട്ടുണ്ട്. സാർ പറഞ്ഞ പോലെ അപൂർവം ചില കവികൾ, അത് അസീം താന്നിമൂട് അത്തരത്തിലുള്ളൊരു ഒരു കവിയാണ്. സുമേഷ് കൃഷ്ണൻ അത്തരത്തിലുള്ളൊരു കവിയാണ്. മുരുകൻ കാട്ടാക്കട അത്തരത്തിലൊരു കവിയാണ്. ഡി യേശുദാസ് അത്തരത്തിലുള്ളൊരു കവിയാണ്. കുഞ്ഞിരാമൻ നായർ അത്തരത്തിലുള്ളൊരു കവിയാണ്.
കുമാരനാശാൻ ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു കവിയാണ്. ഈ കവികളുടെയൊക്കെ പുറകെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ കവി ഈ പറയുന്ന പോലെ തന്നെ ഈ പൊളിച്ച് ഒരു കൂടം വെച്ച് തന്നിലേക്ക് തന്നെ അടിച്ച് പൊളിച്ച് അങ്ങിടും. ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഈ കവി തന്നെ എടുത്തിട്ട് വേറൊരു കവിയെ സെറ്റ് ചെയ്തെടുക്കും. അത് അത് സങ്കല്പിക്കാൻ ഭയങ്കര രസമാണത്. ഒരു കൂടം കയ്യിലുണ്ട് പുള്ളിയുടെ കയ്യിൽ. അതുകൊണ്ട് അടുത്ത് വരുന്ന സമാഹാരം നടന്നു നീങ്ങുന്ന കടുവയാവണമെന്നില്ല, അത് വേറെ വല്ലതുമായിരിക്കും, ചിലപ്പോൾ പറന്നു പോകുന്ന പക്ഷിയായിരിക്കും. അപ്പനുമൊത്തുള്ള കാർ യാത്രകൾ എന്ന് പറയുന്ന സമാഹാരം സൃഷ്ടിച്ച കവിയാണ്. നടന്നു നീങ്ങുന്ന കവി കടുവയെ സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തന്നെ ഈ കൂടം വെച്ചുള്ള അടിയുടെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങും എന്നത് സ്പഷ്ടമാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇനിയും അനേകം വായനകൾ സാധ്യമാണ്. മലയാള കവിതയുടെ ശുഭകരമായ വായനക്കാർ എത്രയുണ്ട് എന്നുള്ളതല്ല പ്രശ്നം, വായനക്കാരില്ലെങ്കിലും കവിത മുന്നോട്ട് പോയേ പറ്റൂ. കാരണം കവിതയുടെ ജനാധിപത്യം നിലനിന്നേ മതിയാകൂ എന്നുള്ളതിനെ ഹരീഷൊക്കെ പുറകിലുണ്ട്. ഞാൻ രാജീവ് സാറിനെക്കുറിച്ച് പറഞ്ഞു, അനേകം നമ്മുടെ അഖിലൻ ഇവിടെ ഉണ്ടായിരുന്നു. അനേകം കവികൾ നിരന്തരമായി പണിയെടുത്തുകൊണ്ട് കാവ്യ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രത്തെ അതിസാഹസികമായും ക്ലേശഭൂയിഷ്ടമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പ്രക്രിയയിലെ ഒരു കടുവയായി ഇദ്ദേഹം 100 സ്ക്വയർ കിലോമീറ്ററാണ് ഒരു കടുവയ്ക്ക് വേണ്ടതെന്നുള്ളതാണ്. അത് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. അതിനുള്ള പരിസ്ഥിതി ഒരുക്കി കൊടുക്കാൻ മലയാള ഭാഷ സജ്ജമായിരിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. കവിത കെട്ടൽ നടത്തി യേശുദാസ്, കവിത അഴിച്ചെടുക്കൽ നടത്തി കാവ്യാത്മകമായി ശ്രീ സിദ്ദിഖ് മാഷ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ 3 മിനിറ്റ് 21 സെക്കൻഡ് അവശേഷിക്കുന്നുണ്ട്. തീർച്ചയായും കവിയുമായുള്ള ഒരു ലഘു സംവാദത്തിനുള്ള സാധ്യതയാണ് ഇനിയുള്ള നിമിഷങ്ങളിലുള്ളത്. സദസ്സിൽ നിരവധി കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, വളരെ സീരിയസ് ആയി വായിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പ്രിയപ്പെട്ട യേശുദാസുമായി നിശ്ചിത നിമിഷം സംവദിക്കാം. യേശുദാസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചോദ്യങ്ങൾക്കായി സദസ്സിലേക്ക് കൈമാറുന്നു മൈക്ക്. ഡോക്ടർ സിദ്ദിഖ് അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ പറയുകയുണ്ടായി, കൂടം കൊണ്ട് സ്വന്തം രചനയെ തച്ചുടച്ചുകൊണ്ട് പുതിയ തലത്തിലേക്ക് കവി മുന്നോട്ട് നീങ്ങുന്നു എന്നാണ്. കാലിക പ്രസക്തിയുള്ള ഒരു പ്രശ്നത്തെ സമീപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങ് എത്തരം ബിംബങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രചന നിർവഹിക്കുന്നത്? ഏത് സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ, ഏജിലാണ് അങ്ങ് ഈ കവിതാ ലോകത്തിലേക്ക് കടന്നു വന്നത്? വ്യക്തമാക്കാമോ? ഒന്ന് രചനാ പ്രക്രിയയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ. രണ്ടാമത് എപ്പോൾ തുടങ്ങിയെന്നുള്ളതാണ്. അത് തുടങ്ങണത് ഞാൻ പ്രീ ഡിഗ്രി കാലത്താണ്. പ്രീ ഡിഗ്രി കാലത്ത് തുടങ്ങണത് ഞാൻ ഈ നമ്മളെ നാന പോലത്തെ വീക്കിലി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അതിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ വെള്ള പേപ്പറിൽ എല്ലാ ദിവസവും ഞാൻ എഴുതുമായിരുന്നു. എഴുതി ഇതിനകത്ത് വയ്ക്കും. ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര രസമായിരുന്നു. അന്ന് ഭയങ്കര സന്തോഷം അനുഭവിച്ചിരുന്നു ഇങ്ങനെ. അതാണ് എഴുത്ത് തുടങ്ങുന്നതിൻ്റെ ഒരു കാലം. പിന്നെ ഇത് എഴുത്തിനെ പരിണാമപരമായി കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് എന്താണ്, ഇന്നിപ്പോൾ ഒരു കവിത എഴുതി കഴിഞ്ഞിട്ട് അതുപോലെ അതേ സ്ട്രക്ചറിൽ വേറൊരു കവിത എഴുതണം എന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. ആ ഒരു ഘടനയിൽ വേറൊരു കവിത വേണമെന്ന് ഞാൻ ആലോചിക്കുന്നില്ല. അപ്പോൾ പ്രമേയമായാലും ആവിഷ്കാര രീതിയായാലും അതിൻ്റെ ഇമേജറി ആയാലും വേറൊന്നായിരിക്കണമെന്ന് എന്തോ തരത്തിലുള്ളൊരു പ്രേരണ എനിക്കുണ്ട്. ആ തരത്തിലാണ് എഴുതുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രമേയങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിനിടയിൽ ഒരുപക്ഷെ നമ്മൾ ജീവിച്ചു പോകുന്ന ഈ കാലാവസ്ഥയുടെ പല ഋതുഭേദങ്ങളും ഇത് വരും. ഇപ്പോൾ ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഉടൽ സംക്രാന്തികൾ എന്നൊരു കവിത ഞാൻ വായിച്ചിരുന്നു. ആ കവിതയിൽ ബോധപരമായി വന്നൊരു കാര്യം, അത് ഈ നമ്മളെ മല മുതൽ കടൽ വരെയുള്ളൊരു ഭൂപ്രകൃതി അതിനകത്തുണ്ട്. അത് ഒരു പെണ്ണ് ഒരാണായി മാറി ഒരാൾ ഇത് ചെയ്യുന്നത് മാത്രമല്ല, അതിന് ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് ആ കവിതയ്ക്കകത്ത്. ആ ലാൻഡ്സ്കേപ്പ് ഞാൻ പിന്നീടാണ് തിരിച്ചറിയുന്നത്. കാരണം കീഴ്ക്കാൻ തൂക്കിലൂടെ എന്നൊരു വാക്ക് അതിനകത്തുണ്ട്. അപ്പോൾ അത് അഗസ്ത്യർകൂടം പോലെ, ഞാൻ അഗസ്ത്യർകൂടത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ സിദ്ദിഖ് മാഷ് നേരത്തെ പറഞ്ഞത് എവിടെ നിന്നാണ് ഇത് കാണേണ്ടത്, അഗസ്ത്യർകൂടത്തിൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ മരങ്ങളുടെ കുന്ന് കണ്ടിട്ടുള്ളത്. പലതവണ ഞാനിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ബാല്യകാലത്താണ് പോകുന്നത്. ഒരു പക്ഷേ 21 വയസ്സിന് മുമ്പൊക്കെയാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ കുട്ടിക്കാലത്ത് മാത്രമല്ല, എൻ്റെ നാട്ടിലൊരു 10-15ഓളം കുളങ്ങളുണ്ട്. എല്ലാ കുളങ്ങളിലും ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുളങ്ങളും എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലബോധം എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കവിതയിലേക്ക് വരുമായിരിക്കാം. അത് എങ്ങനെയാണ് ഇത് കവിതയിലേക്ക് കടന്നു വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എഴുതുമ്പോൾ ഇപ്പോൾ ഈ ഉടൽ സംക്രാന്തികൾ എന്ന കവിത എഴുതി കഴിയുമ്പോൾ എൻ്റെ ശരീരം അതായത് 1.5-2 മണിക്കൂർ വല്ലാതെ വൈബ്രേറ്റ് ചെയ്തിരുന്നു. എന്താണ് എൻ്റെ കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് ഞാൻ കവിത എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വല്ലാത്തൊരു വൈബ്രേഷൻ എൻ്റെ ശരീരം നിറഞ്ഞു നിന്നിരുന്നു. കൈയൊക്കെ ഇങ്ങനെ വിറയ്ക്കുകയും എനിക്ക് വല്ലാത്തൊരു വൈബ്രേഷൻ അത് ആ കവിത പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം അനുഭവങ്ങളായിരിക്കാം ഈ ഉടച്ചെടുക്കൽ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാണാം.
അതെനിക്ക് ആ പ്രമേയത്തിനോടുള്ള ഇഷ്ടമാണ്, അതിൻ്റെ ഒരു താല്പര്യമാണ്, അതിൻ്റെ ഒരു ആഴമായിരിക്കാം അതിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നന്ദി. ഹലോ, നമ്മുടെ സമയം ഏതാണ്ട് കൃത്യമായി അവസാനിക്കുന്നു. അപ്പോൾ തീർച്ചയായും യേശുദാസിൻ്റെ കവിതകളെയും യേശുദാസിനെയും പിന്തുടരുന്നവർ തീർച്ചയായും ടുഡേ ബുക്സ് പ്രസിദ്ധീകരിച്ച കവിത കെട്ടൽ എന്ന പുതിയ പുസ്തകം കൂടെ വായിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.